ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ 2-3 ദിവസം വീഡിയോസൊന്നും ഇട്ടില്ല. കാര്യം എൻ്റെ വായിൻ്റെ പല്ലിൻ്റെ അവിടെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാഞ്ഞത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരിക്കാം. സ്മൂത്തല്ല, നിങ്ങൾ കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള ഒരാളായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിലപ്പോൾ ഒരു ഐഡിയാസ് ഉണ്ടായിട്ടുണ്ടാവില്ല ഇത്രയും നാളും. അപ്പോൾ ഇതെങ്ങോട്ടാണ് ഈ റിലേഷൻ പോകുന്നത്, ഇതെന്താണ് ഈ റിലേഷൻ കൊണ്ട് അയാൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ ഓർത്തൊക്കെ അയാൾക്ക് ഒരു ടെൻഷനൊക്കെ കാണുമായിരിക്കാം. അപ്പോൾ അയാൾക്കൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇയാൾ ഒരുപാട് ബൗണ്ടറീസൊക്കെ നിങ്ങൾ തമ്മിൽ നിങ്ങളുമായിട്ടൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് അയാൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ. അപ്പം മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ ഒന്നും ആവത്തില്ല. ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് പ്രോബ്ലംസും അല്ലെങ്കിൽ അയാൾ ഒരുപാട് നിങ്ങളെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട്, അതായത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വിഷമം വരുന്ന രീതിയിൽ അയാൾ ചിലപ്പോൾ പെരുമാറിയിട്ടൊക്കെ ഉണ്ട്. അതായത് അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അതായത് ഇത് എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ അതൊക്കെ ഓർത്തിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി നിങ്ങളെപ്പറ്റിയൊന്നും അയാൾ അത്ര കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ട്രബിൾ അനുഭവിക്കുന്നുണ്ട് അയാളുടെ ലൈഫിൽ. അതായത് നിങ്ങളോട് കാണിച്ചതിനെയും നിങ്ങൾ ചെയ്തതിനെയൊക്കെ പറ്റി അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. അയാൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അയാളുടെ ഉറക്കത്തിൽ അയാൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അയാൾ എഴുന്നേറ്റിരുന്ന് വിഷമിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓർത്ത്, അതായത് അത് സമ്മതിച്ചു. അയാൾ നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷേ അയാളുടെ അടുത്ത് തന്നെ അത് സമ്മതിച്ചു. അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങളോട് അങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് അയാൾ ഉള്ളിൽ വിഷമിച്ചുകൊണ്ട് തന്നെ അയാൾ നിങ്ങളോട് ചെയ്ത ഓരോ കാര്യങ്ങളും അയാൾ അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വിഷമിച്ചു. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഓർത്ത് അയാൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നത്തെ കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് മിക്ക കേസുകളിലും ചിലർക്കൊക്കെ തന്നെയും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു റിലേഷൻ ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒട്ടും വിചാരിക്കാത്തൊരു സമയത്ത്, അതല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം അതങ്ങ് ഭയങ്കര സീരിയസ് ആയിട്ട് പോയിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട്, അതായത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് സ്നേഹവും ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകും, നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെന്നൊക്കെ. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് ചേഞ്ച് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന ഇഷ്ടം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഫീൽ ചെയ്തത്, ഓരോരുത്തർക്കും അറിയാമല്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നടന്നിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ്, എത്രത്തോളം സന്തോഷം വന്നിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട പോലെ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം അതങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മേ ബി ഇതിൻ്റെ അകത്ത് ചില കേസിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ. അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടും ഒരു സോൾ ലെവലിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സോൾ കണക്ഷന് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് പറയുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, രണ്ടുപേരും ചിലപ്പോൾ പിരിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ എങ്ങനെയൊക്കെയായാലും ഇത് വീണ്ടും കറങ്ങി തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്കും അറിയാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കണക്ഷൻ നിന്ന്
മാറാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഒരു നല്ല രീതിയിലൊരു സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ, അതായത് നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു ബന്ധത്തിൽ എന്തിലോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തിലോ പിടിച്ച് നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു സോൾ നേരത്തെ തമ്മിൽ പരിചയമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ ഒരിക്കലും വിട്ടു പോകാൻ പറ്റാത്തതും. എവിടെയൊക്കെ പോയാലും എന്തൊക്കെ പോയാലും എപ്പോഴെങ്കിലൊക്കെ ആയിട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്താ പറയുക, ഇത് എല്ലാ കേസിലും അല്ല, ചിലരുടെ ആൾക്കാരുടെ കേസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ എനർജി അല്ല. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർക്ക് അത് നല്ലതുപോലെ ഫീൽ ചെയ്യുക, അതായത് ഈ ഒരു പേഴ്സൺ പോയാലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അയാൾ ആഗ്രഹിക്കും. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇടും. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ വരുമെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അത്ര ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനുണ്ട്. പക്ഷേ എന്തൊക്കെയോ, അതായത് മേ ബി ഒരു പാസ്റ്റിലുണ്ടായിരുന്ന ഒരു നിങ്ങളുടെ കർമ്മഫലം കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ പോയാലും പക്ഷേ എന്തോ പ്രോബ്ലം കൊണ്ട് വീണ്ടും നിങ്ങൾ അടിച്ച് പിരിഞ്ഞു പോകും. പക്ഷേ വീണ്ടും നിങ്ങൾ വരും. അത് നിങ്ങളുടെ പാസ്റ്റ് എന്തോ ഒരു കർമ്മം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ റീഡിങ്ങിലുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു മെസ്സേജിൽ വായിച്ചു, നിങ്ങളിപ്പോൾ മാഡം 70 ഇയേഴ്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ സ്പിരിച്വാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാം പോസിറ്റീവായിട്ടാണ് വിചാരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പേഴ്സൺ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മളൊരാളുമായിട്ട് ഒരു കണക്ഷനുണ്ട്, നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മളതിനെ ആഗ്രഹിക്കുക, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ പറയുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെഗറ്റീവ്സ് പറയാനോ നെഗറ്റീവ്സ് ചിന്തിക്കാനോ ഒന്നും ചെയ്ത്, അതാണ് ഈ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളൊരിക്കലും യൂണിവേഴ്സിൻ്റെ ഒരു ടൈമോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടോ എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സിനുള്ളിൽ എനിക്ക് അവളെ കെട്ടാൻ പറ്റില്ല, അവനെ കെട്ടാൻ, അങ്ങനത്തൊക്കെ നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ടൈമും കാര്യങ്ങളും ഒന്നും കൊടുക്കുക, നമ്മൾ അൺകണ്ടീഷണലി നമ്മൾ ഇഷ്ടപ്പെടാനാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, അല്ല അതേപോലെ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ അടുത്തോട്ട് എത്തത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ സംഭവം അങ്ങനെ തന്നെയാണ്. നമ്മൾ ടൈമും സ്പേസും ഒക്കെ നമ്മൾ ഹ്യൂമൻസിനുള്ളൊരു കാര്യമാണ്. അപ്പോൾ യൂണിവേഴ്സിന് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിയിൽ ഇത്ര സമയത്തിനുള്ളിൽ 10 ഇയേഴ്സ് അല്ലെങ്കിൽ 5 ഇയേഴ്സ് അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു ടൈം പീരീഡും കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞാലും അതങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക, നമ്മൾ ആഗ്രഹിക്കുക, ചുമ്മാ അങ്ങ് ആഗ്രഹിക്കുക, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കുക മാത്രമേ യൂണിവേഴ്സ് നമ്മുടെ എനർജിയിലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് 1000 റുപ്പീസ് കിട്ടണമെന്ന് പറഞ്ഞ് ബുക്കിലും ജേണലൊക്കെ എഴുതി കുറേ വർഷം കഴിഞ്ഞാൽ 1000 രൂപ പോലും കിട്ടാത്ത. കാരണം വെച്ചാൽ അയ്യോ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ അതേപോലെ അറ്റാച്ച്മെൻറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എല്ലാം പ്യുവറായിട്ടും പോസിറ്റീവായിട്ടും ആർക്കും ഒരു നെഗറ്റീവ് പറയാതെയൊക്കെ വേണം നമ്മൾ നമ്മളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുവാണെങ്കിൽ, അതായത് അവർക്ക് ചീത്തയായിട്ടോ ഒന്നും നമ്മൾ ആഗ്രഹിക്കും, നമുക്ക് അവരെ ഇഷ്ടമാണ് സമ്മതിച്ച് നമ്മൾ ഇഷ്ടപ്പെടും, നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കില്ല, അത് ഒരു ടൈമും ഒന്നും കൊടുക്കാതെ നമ്മൾ വെറുതെ നമ്മുടെ മൈൻഡിൽ, അതായത് ട്വിൻ സോൾസും, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് ട്വിൻ സോൾസും നോർമൽ റിലേഷൻ തമ്മിലുള്ളൊരു ഡിഫറൻസ്. ട്വിൻ സോൾസ് എപ്പോഴും അങ്ങനെ, അവർക്ക് അൺകണ്ടീഷണൽ ലവുണ്ട്, പക്ഷെ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ നിങ്ങളും. അപ്പോൾ ചോദിക്കും മാഡം നമുക്കപ്പോൾ കല്യാണം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹം നിങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ആ പോയ പേഴ്സൺ വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യൂ. ജസ്റ്റ് അങ്ങ് വിഷ്വലൈസ് ചെയ്യുക, ജസ്റ്റ് അങ്ങ് ആഗ്രഹിക്കുക. ഒരു ടൈമും ഒന്നും ഒരു ടെൻഷനും ഒന്നും ഇല്ലാതെ അത് എൻ്റെ അടുത്തോട്ട് വരും, എൻ്റെ തന്നെയാണ് എന്ന് പോസിറ്റീവായിട്ട് യൂണിവേഴ്സിന് കൊടുക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കും. ഒരു നെഗറ്റീവും ഒന്നും ആരെയും പറ്റിയും നെഗറ്റീവ് ഒന്നും പറയാതെ ഒന്നും ചെയ്യാതെ ജസ്റ്റ് യൂണിവേഴ്സിന് എർത്തിനും ഒക്കെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളിലേക്കും പോസിറ്റീവായിട്ടുള്ള എനർജീസ് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഈ ഒരു എനർജിയുടെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കാമ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എനർജി ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷനുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെയൊന്നും വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ്സ് വന്ന് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ കർമ്മഫലത്തിൻ്റെ ആണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ചിലരുടെ കേസിലായിരിക്കും തേർഡ് പാർട്ടി ഉള്ളത്. എല്ലാവർക്കും ഉണ്ടാവണമെന്ന് പറയുന്നില്ല. പക്ഷെ ചിലർ മാത്രമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്നറിയാം, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് മാറി നിൽക്കുകയാണ്, എന്താണെന്ന് പറ്റുന്നില്ല, ഞങ്ങൾ ഒന്നിക്കുന്നില്ല എന്നൊക്കെ ഈ ഒരു ഇതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് ഡെപ്തിൽ അറിയണമെങ്കിൽ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എനർജി ക്യാച്ച് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൻ്റെ ബാക്കി ആവശ്യമുള്ളവർ, അതായത് എന്ത് തരത്തിലാണ് കണക്ഷൻ വരുന്നതെന്ന് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പക്ഷേ വളരെ നല്ല രീതിയിൽ ഡെപ്തിൽ ഇമോഷൻസും കാര്യങ്ങളും ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷേ ചില സമയങ്ങളിൽ പോകുന്നു. അതും ഈ ഒരു എനർജിയുടെ അകത്ത് ഉള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു സെപ്പറേഷനിലും കോണ്ടാക്റ്റിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓരോ ലെവൽ വെച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ അയാൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിട്ട് അയാൾക്ക് ശരിക്കും ഭയങ്കരമായിട്ടൊരു ഇൻറ്റ്യൂഷൻ പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ മറ്റുള്ളവരാരെയും ബ്ലെയിം ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾക്കറിയാം അയാളായിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുള്ളത് എന്നൊക്കെ അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനെ ഓർത്ത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്തിട്ട്, അതായത് ആ ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ ഇയാൾക്ക് വളരെ ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു ഈ റിലേഷൻഷിപ്പിനെ പറ്റി. പക്ഷേ ഇപ്പോൾ നല്ല പോലെ അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുത്തോട്ട് അയാൾക്ക്, അതായത് നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്നും നിങ്ങളോട് കൂടുതൽ തരത്തിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നൊക്കെ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ മിസ്റ്റേക്കുകളെ അയാൾ അക്സെപ്റ്റ് ചെയ്ത് അയാൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ അയാൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഉപദ്രവിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അയാൾക്കിപ്പോൾ നിങ്ങളോട് കണക്ഷനിൽ വരണമെന്നുണ്ട്. അതായത് കണക്ഷനുണ്ട്, നിങ്ങൾ തമ്മിലൊരു സോൾ ലെവൽ കണക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അയാൾക്ക് എത്രയൊക്കെ ഉപേക്ഷിച്ചും അല്ല എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ചിന്തകളും അയാളുടെ മൈൻഡിലുള്ള ഫീലിങ്സും എല്ലാം നിങ്ങളെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു നല്ലൊരു എനർജിയും കൂടെ ആയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് ഇപ്പോൾ പ്രോബ്ലം ഉള്ളത് അത് വളരെ നല്ല രീതിയിൽ മാറി നിങ്ങൾ തമ്മിൽ നല്ലൊരു ബെറ്റർ ഫ്യൂച്ചറിലോട്ട് വരികയും അതായത് നല്ലൊരു ലൈഫായിരിക്കും നിങ്ങൾക്ക് വളരെ സന്തോഷവും കാര്യങ്ങളൊക്കെ നൽകുന്നൊരു ലൈഫ് ഉണ്ടാവുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്യുവറായിട്ടൊക്കെ തന്നെയായിരിക്കും ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് പോകാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ വരുമെന്ന് ആണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ നല്ല രീതിയിലൊരു സോൾ കണക്ഷനുണ്ട്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എത്രയൊക്കെ രണ്ടുപേരും വേണ്ടാന്ന് വെക്കും തോറും വീണ്ടും നിങ്ങൾ മാഗ്നറ്റ് പോലെ വീണ്ടും കണക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.